പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാവരിലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും നിറയട്ടെ. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം ഐസയ്യ 41:10. യേശയ്യ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. ഇന്ന് യാദൃശ്ചികമെന്നോണം ഞാൻ വായിച്ചൊരു പുസ്തകത്തിൻ്റെ ഒരു ഭാഗം, അതായത് 2013 പോളണ്ടിൽ ലെഗ്നീസ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഇടയിൽ വൈദികൻ വിശുദ്ധ കുർബാന അർപ്പണത്തിനിടയിൽ, അപ്പോൾ ജനങ്ങളിങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയം, ആ സമയത്ത് ഒരു ഓസ്തി താഴെ വീഴുകയാണ്. വൈദികൻ അതെടുത്തു, കത്തോലിക്ക സഭയിൽ ചെയ്യുന്നത് പോലെ അത് വെള്ളത്തിൽ അത് അലിപ്പിച്ച് കളയാനായിട്ട് അതങ്ങനെ വെച്ചു. പിന്നീട് നോക്കുമ്പോൾ അതിന്മേൽ, ആ ഓസ്തിന്മേൽ ചുവന്ന പുള്ളിക്കുത്തുകൾ, ഡോട്ടുകൾ. അത് മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് അയച്ചു. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പറയുന്നത്, വലിയ വേദനയോടെ മരിച്ച ഒരു വ്യക്തിയുടെ സെല്ലുകളാണ് അത് ഒരു പുരുഷൻ്റെ, ഒത്തിരി പീഡകളേറ്റ് മരിച്ച ഒരു പുരുഷൻ്റെ സെല്ലുകളാണതെന്ന് മെഡിക്കൽ പരിശോധനകൾക്കും പല വിദഗ്ധ കമ്മിറ്റികളും അത് പഠിച്ചിട്ട് അവർ പറഞ്ഞത് അത് ഏക അഭിപ്രായം തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് എന്നിൽ ഒരു വല്ലാത്ത ഒരു ചിന്ത, ഇത്രയും കാലം പ്രതീകാത്മകമായി ക്രിസ്തുവിൻ്റെ ഞാനാകുന്നു അപ്പം, ഇതെൻ്റെ രക്തം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ പ്രതീകാത്മകമായിരുന്നു എന്ന് ഇടയ്ക്കെങ്കിലുമൊക്കെ ചിന്തിച്ചിരുന്ന എനിക്ക്, ഇപ്പോൾ അത് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ രക്തമാണ് നമ്മൾ ഓസ്തിയോടൊപ്പം നമ്മൾ സ്വീകരിക്കുന്നത് എന്ന ചിന്ത. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ജീവനില്ലാത്തൊരു വിഗ്രഹമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. ആ ദൈവമാണ് നമുക്ക് ഈ ഒരു അഷ്വറൻസ്, ഈ ഒരു പ്രോമിസ് നമുക്ക് നൽകുന്നത്. ഭയപ്പെടേണ്ട,
ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നമ്മുടെ ജീവിക്കുന്ന ദൈവം നമുക്ക് നൽകുന്ന ഒരു പ്രോമിസ്. അപ്പം ഇങ്ങനെ വചനം ഷെയർ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? അതിന് ഉത്തരം, എനിക്ക് തന്നെ തെളിഞ്ഞു കിട്ടുന്ന ഒരു ഉത്തരം, ഈ ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം വർദ്ധിക്കുമ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ, നമ്മൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും പുരോഗതിയും കൈവരിക്കുന്നു. അപ്പോൾ ഈ ഒരു സദ്വാർത്ത അപ്പോൾ ആളുകൾ നിരാശയിലും കഠിനാധ്വാനം ചെയ്തിട്ടും രക്ഷപ്പെടാതെയും നിരാശയിലും അതുപോലെ സമാധാനമില്ലായ്മയിലുമൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ ഈ സദ്വാർത്ത എനിക്ക് കിട്ടുന്ന ഈ സന്തോഷം അവർക്കും കിട്ടണമേ എന്നൊരു ഒരേ ഒരു ആഗ്രഹം മാത്രം. അതാണ് ഈ അനുദിന വചന ധ്യാനം മുടങ്ങാതെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. എനിക്ക് കിട്ടുന്ന ഈ സന്തോഷം, ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ഈ സന്തോഷം മറ്റുള്ളവർക്കും ലഭിക്കുമാറാകണമേ. അതിന് ഞാനൊരു നിമിത്തമാകണമേ. കർത്താവെ, എന്നെ ഉപയോഗിക്കണമേ എന്ന ഒരേ ഒരു മോട്ടിവേഷനാണ് ഈ വചന ധ്യാനം അനുദിനം റെക്കോർഡ് ചെയ്യുന്നത് വഴി അതിൻ്റെ ഒരു പ്രചോദനം അതാണ്. നമ്മുടെ ദൈവം സാങ്കല്പിക ദൈവമല്ല, യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവമാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് ഈ പോളണ്ടിലെ ലെഗ്നീസ എന്ന ചർച്ചിൽ 2013 സംഭവിച്ച ഈ അത്ഭുതം ഇമാതിരി ഒത്തിരി അത്ഭുതങ്ങളുടെ ഒരു സാമ്പിൾ മാത്രമാണ്. ഇപ്പോൾ ഒരു 5-6 മാസം മുമ്പ്, ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് എറണാകുളത്ത് സബോബ്സിലുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ഈ സ്ഥലത്തിന് അടുത്ത്, അതായത് ഒരു 5 കിലോമീറ്റർ അകലെ ഒരു പള്ളിയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു ബാലികയുടെ നാവിൽ വചനം, ഈ വിശുദ്ധ കുർബാന മാംസമായി കാണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങൾക്കുമൊക്കെ അത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അത്ഭുതങ്ങൾ ഒത്തിരി തവണ നടന്നിട്ടുണ്ട്, അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവം ജീവനുള്ള പിതാവാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മളൊരു സാങ്കല്പിക ദൈവമായിട്ടല്ല നമ്മുടെ ഇടപാടുകൾ. നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ പിതാവ് നമ്മളെ കൈപിടിച്ച് നയിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നമ്മുടെ ദൈവം ജീവനുള്ള ജീവിക്കുന്ന ദൈവം ആണ്. ആ കർത്താവ് നമ്മളോട് പറയുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നമ്മൾ കുതറാതിരുന്നാൽ മാത്രം മതി. നമ്മളെ നിർബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നവനല്ല സ്നേഹമയനായ നമ്മുടെ പിതാവ്. കർത്താവിൻ്റെ കരം ഗ്രസിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. വീണ്ടും യെശയ്യാ 42:10
കർത്താവിനൊരു പുതിയ ഗീതം ആലപിക്കുവിൻ. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സമുദ്രവും അതിലുള്ളവയും തീരദേശങ്ങളും അവയിലെ നിവാസികളും ആർത്തട്ടഹസിക്കട്ടെ. അവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് കൂടുതൽ വെളിപ്പെടുത്തുന്നതിനെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവനുള്ള ദൈവമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ കരം ഗ്രസിച്ച് അങ്ങയുടെ പാതയിലൂടെ, അങ്ങയുടെ സന്തോഷത്തിലൂടെ, അങ്ങയുടെ സമാധാനത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ. സാത്താൻ്റെ സകലവിധ കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ആബാ പിതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പദ്ധതി അനുസരിച്ച് അങ്ങ് ഞങ്ങളെ നയിക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും ഒരു പുതിയ വത്സരത്തിൻ്റെ ആശംസകൾ. പുതുവത്സരത്തിൽ നമ്മുടെ ദൈവം യഥാർത്ഥ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ വിശ്വാസം നമ്മളിൽ ജ്വലിക്കട്ടെ. Let us be ignited Christians, not passive Christians. Let us become active Christians with the power of the Holy Spirit. Amen. Hallelujah, hallelujah. Praise you, praise you, praise you. Adore you, Jesus. Worship you, Jesus Christ. Hallelujah, hallelujah. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. God bless.